ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു വ്ളോഗാണ്. വ്ളോഗ് വേറെയും അതുപോലെ റെസിപ്പി വേറെ ആയിരുന്നു ഇത്രയും ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും കൂടി മിക്സഡ് ആക്കിയിട്ട് ഒരു വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 2 ദിവസത്തെ നോമ്പുതുറ വിശേഷങ്ങളുണ്ട്, പിന്നെ നല്ല റെസിപ്പി ഉണ്ട്. റെസിപ്പി നല്ല ചൂടുള്ളൊരു ഡ്രിങ്ക് റെസിപ്പിയാണ് കേട്ടോ. തണുത്ത ഡ്രിങ്കല്ല, ചൂടുള്ള ഡ്രിങ്കാണ്. നോമ്പ് തുറന്ന ശേഷവും നമുക്ക് ക്ഷീണമൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് നമുക്ക് ക്യാരറ്റും ആപ്പിളും നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഞാൻ ഈ ഒരു ഡ്രിങ്ക് റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നോമ്പിന്. അപ്പോൾ അതിൽ ഞാൻ പഴം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം ഇത് മൂന്നും വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ പഴം കുറച്ച് വലുതാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചുകൂടെ ചെറുതാക്കാം കേട്ടോ. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഴം ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. പഴം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ റമദാനിന് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പഴം ചേർത്തിട്ടില്ലായിരുന്നു, ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണമായിരുന്നു കേട്ടോ. അത് ഞാൻ മറന്നുപോയി. പഴത്തിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം, എന്നാലും പഴം അത്യാവശ്യം മധുരം ഉണ്ടാവുള്ളൂ. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെയാണ് ഇനി ബാക്കിയുള്ളതൊക്കെ. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം വെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഒരു 2 കഷ്ണം ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും ആവണ്ട, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതായത് 2 ടേബിൾ സ്പൂണൊക്കെ മതി, ഒരുപാട് റവ ചേർക്കരുത്. അങ്ങനെ വരുമ്പോൾ ഭയങ്കര കട്ടിയാവും നമ്മുടെ ഈ ഒരു ഡ്രിങ്ക്. ഒരു ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് വേണ്ടത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് റവ മതി. അപ്പോൾ റവ ഇട്ട് കൊടുത്ത ശേഷം റവ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ റവ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ആപ്പിളും ചേർത്ത് കൊടുക്കാം. നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു വലുപ്പം കൂടുതലുണ്ട്, ഞാൻ പെട്ടെന്ന് അരിഞ്ഞതുകൊണ്ട്. അപ്പം നല്ല ചെറുതായിട്ട് ഈ 3 ചേരുവകളും അരിഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴം കൂടി ചേർക്കുന്നുണ്ട്. പഴവും അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് തിളയ്ക്കുന്നുണ്ട്. ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പാല് തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും കേട്ടോ, നല്ല ടേസ്റ്റ് ആവും. ഞാനിപ്പം സാധാ പശുവും പാലാണ് ചേർക്കുന്നത്. 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒന്ന് കുക്കാവണം കേട്ടോ. ആ ഒരു റവയും അതുപോലെ നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുള്ള ക്യാരറ്റും ആപ്പിളും അതുപോലെ പഴമൊക്കെ നന്നായിട്ട് കുക്കായ ശേഷമാണ് നമ്മൾ ലാസ്റ്റാണ് പാല് ചേർക്കുന്നത്. പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പരുവം കണ്ടോ, നല്ലൊരു ലൂസായിട്ടുള്ളൊരു പരുവമാണ് വേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കാവും, കാരണം നമ്മളിതിലേക്ക് റവയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. ഒരുപാട് നേരം തിളച്ച് മറിയൊന്നും വേണ്ട, ഒന്ന് തിളച്ചാൽ മതി.
അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഡ്രിങ്ക് എടുക്കുന്ന സമയത്ത് ഈ പഴവും ക്യാരറ്റും ആപ്പിളൊക്കെ വേറെ വേറെ എടുക്കരുത്, എല്ലാം ഒരുമിച്ച് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരുവം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. ഞാനത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വയ്ക്കുവാണ്. കണ്ടോ, നമ്മളിങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് അത് ഒരുമിച്ച് കിട്ടണം കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത്. പിന്നെ തരിക്കഞ്ഞ് ചെയ്തെടുക്കുന്ന പോലെ ചെറിയ ഉള്ളിയിലൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പം പ്രത്യേക വേറൊരു ടേസ്റ്റാണ്. ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ചൂടുള്ള ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ചേർക്കുന്ന പഴവും ആപ്പിളും ക്യാരറ്റും ചെറുതായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു മക്കളൊക്കെ വീഡിയോയിൽ കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ മാക്സിമം നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ 2 ദിവസത്തെ വ്ളോഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത് 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്, നോമ്പ് തുറ വിശേഷങ്ങൾ. നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും കിച്ചണിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ വൈകിട്ട് അസറിന് ശേഷമാണ് പിന്നെ കിച്ചണിൽ കയറുന്നതും. ഫുഡ് ഒരുമിച്ചാണ് എല്ലാം ഉണ്ടാക്കുക. അത്താഴത്തിനുള്ളതും നോമ്പ് തുറക്കുള്ളതും എല്ലാതും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഇടയ്ക്ക് പോയിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ സാമ്പാർ, കോളിഫ്ലവർ വറ്റിച്ചതും പിന്നെ വെണ്ടക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അത്താഴത്തിനുള്ളതാണ്. 2 ദിവസത്തെ അത്താഴത്തിനുള്ളത് ഉണ്ടാവും. പിന്നെ ചില സമയത്ത് പച്ചക്കറി ഇവിടെ എല്ലാവരും നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയ ചിലപ്പം പിറ്റേ ദിവസത്തിന് ഉണ്ടാവില്ല, പക്ഷെ കറി ഉണ്ടാവും ബാക്കി. അപ്പോൾ അത്താഴത്തിന് 2 ദിവസത്തുള്ള കറി ഉണ്ടാവും. ചോറും കറിയും ഞാൻ 2 ദിവസത്തിനായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അത്താഴത്തിനുള്ള കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്യുവാണ്. ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കും. പിന്നെ ഞാൻ നോമ്പ് തുറന്ന ശേഷം പിന്നെ കിച്ചണിലങ്ങോട്ട് കയറാറില്ല. പിന്നെ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ കയറാറുള്ളൂ. പാത്രങ്ങളൊക്കെ അവിടെ കിടക്കും. ബാക്കി എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നോമ്പിന് ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിൽ കയറിയിരിക്കാറൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ വ്ളോഗിലെങ്ങാനും കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നൊക്കെ. എനിക്കിപ്പോൾ നോമ്പായിട്ട് ഒരു സഹായത്തിന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരും, 3-4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. എന്നാലും ഒത്തിരി ആശ്വാസമാണ്. ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആശ്വാസം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതല്ല, കുറച്ച് ദിവസം മുമ്പ്, 2-3 ദിവസം മുമ്പ് എടുത്തുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചുള്ള സിറപ്പും മുന്തിരി പുഴുങ്ങി വെച്ചതും വെച്ചിട്ടാണ് ഇപ്പം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ആദ്യം ചെറുനാരങ്ങയുടെ നീരെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മുന്തിരി പുഴുങ്ങി വെച്ച് കുറച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ സിറപ്പും അതുപോലെ ഇങ്ങനെ മുന്തിരിയൊക്കെ പുഴുങ്ങി വെച്ചാലുള്ള ഗുണം. നമ്മൾ ഇനി അത് ഒരുപാട് സമയം വെച്ചിട്ട് ഇളക്കിയിരിക്കൊന്നും വേണ്ട. അതുപോലെ പഞ്ചസാര കലങ്ങാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം റെഡിയായി. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി.
അതുപോലെ ചെമ്മീനിലേക്ക് ഞാൻ ഉള്ളി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചെമ്മീൻ ആദ്യം തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാനിപ്പം ഈ ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ ഏകദേശം ഒന്ന് കുക്കായ ശേഷം ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, പ്രിപ്പറേഷൻ വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ ഉള്ളി ഫ്രൈ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആക്കിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഉപ്പും പുളിയൊക്കെ നമ്മൾ നോമ്പ് തുറന്ന ശേഷമൊക്കെ റെഡിയാക്കുള്ളൂ. അതുപോലെ കോളിഫ്ലവർ വറ്റിച്ചതിലേക്ക് കുറച്ചുകൂടെ മസാലപ്പൊടികൾ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഉപ്പൊക്കെ ഏകദേശം നോമ്പ് തുറന്ന ശേഷം ശരിയാക്കുള്ളൂ. ഒരു സഹായത്തിന് ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അവർ എനിക്ക് പത്തിരി ഉണ്ടാക്കി തരാറുണ്ട്. അപ്പം നമ്മൾ കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ബോളാക്കിയിട്ട് പത്തിരിയൊക്കെ പരത്തിയിട്ട് ചുട്ടൊക്കെ തരും. അപ്പോൾ പത്തിരിയും അതുപോലെ വറുത്തരച്ച ചിക്കൻ കറിയുമാണ് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ കാണിച്ചത് അത്താഴത്തിനുള്ള കേട്ടോ. പിന്നെ റീനു പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ പത്തിരി ഒന്ന് കഴിക്കും. കാരണം ആകെ ടയർഡായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അപ്പം തന്നെ ഒന്ന് കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തെ നോമ്പ് തുറ വിശേഷങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇത് വേറൊരു വ്ളോഗിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഒരുപാട് പേര് ചിക്കൻ കുറുമ അല്ലെങ്കിൽ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിൻഡ് കമൻറ്റിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, അപ്പോൾ ചെക്ക് ചെയ്യുക. അപ്പം ഇത് ഇന്നലത്തെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെയാണ്. അപ്പം ഇന്നലെ ചപ്പാത്തിയും വറുത്തരച്ച ചിക്കൻ കറിയും പിന്നെ പയറുപ്പേരിയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഉപ്പേരി നമ്മളിവിടെ എന്നും ഉണ്ടാക്കാറുണ്ട്. അത് ഏത് ദോശയാകട്ടെ അല്ലെങ്കിൽ ചപ്പാത്തി ആകട്ടെ പത്തിരി ആകട്ടെ എല്ലാത്തിൻ്റെ കൂടെ ഉപ്പേരി ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരേപോലത്തെ വീഡിയോ വീണ്ടും കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിൽ ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം. അതുപോലെ തന്നെ വറുത്തരച്ച മുട്ടക്കറിയുടെ റെസിപ്പി ഉണ്ട്, അതൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്തിരിയുടേതും ഒക്കെ റെസിപ്പിയൊക്കെ, അതൊക്കെ ഞാൻ മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നലത്തെ വിശേഷങ്ങളാണ്. ഇന്നലത്തെ ഇഫ്താർ വിഭവങ്ങളും പിന്നെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇന്നലെ ചോറും പച്ചക്കറി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത്താഴത്തിനായിട്ട്. അപ്പം റൂയിമോൾക്ക് ഇപ്പോൾ ഞാൻ ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറും പച്ചക്കറിയൊക്കെ കുഴച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ ചോറും തൈരും ഉപ്പും കൊടുക്കാറുണ്ട്. ചോറ്, വെളിച്ചെണ്ണ, ഉപ്പ് അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ചിക്കൻ വേവിച്ചത്, മീൻ, ഇതൊക്കെ കുറേശ്ശെ കൊടുക്കാറുണ്ട്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കില്ലെങ്കിലും കുറേശ്ശെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാറുണ്ട്. കാര്യമായിട്ട് കൊടുക്കുന്നത് രാഗിയും ഗോതമ്പ് നുറുക്കും അതുപോലെ പഴം ഒക്കെയാണ് കാര്യമായിട്ട് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.